സത്യം പറയാം, ഒരു സഹജീവിയുടെ കണ്ണുനീർ അശ്ലീലമായി അനുഭവിച്ചത് ആദ്യമായിട്ടാണ്. ആ അനുഭവം പകർന്നത് അനന്തപുരിയുടെ അമ്മയായ ആര്യയുടെ ആർത്തനാദ കണ്ണീരും. മുതല സമൂഹത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിലും തരത്തിലുമാണ് ശ്രീമതി ആര്യക്കുട്ടി കണ്ണീരൊഴുകിയത്. വിതുമ്പൽ, ഏങ്ങൽ, മൂക്കുപിഴിയൽ മുതലായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു സാമ്പ്രദായിക നാടൻ കരച്ചിലിനെ സമുചിതം ആചരിക്കുന്ന പരുവത്തിൽ നമ്മുടെ മേയറമ്മ കാഴ്ചവെച്ച പ്രകടനത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ പകർത്തിയെടുത്ത് മാധ്യമങ്ങൾ നാടാകെ പരത്തി. കാഴ്ച ബംഗ്ലാവിലോ മറ്റോ ആയിരുന്നു മേയറമ്മയുടെ ഈ പ്രകടനമെങ്കിൽ സ്വന്തം വാലിൽ കെട്ടിത്തൂങ്ങി മുതലകൾ കൂട്ടത്തോടുകൂടി സ്വയം മരിച്ചു കൊടുത്തേനെ. വാൽമഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അപാരമായിട്ടുള്ള ആശങ്കയും അതിരുകടന്ന വെല്ലുവിളിയും മുതലവർഗത്തിന് നൽകുന്നതായിരുന്നു പ്രസ്തുതയുടെ ആ പ്രകടനം. സ്വാർത്ഥ നേട്ടത്തിനായി സ്വന്തം കണ്ണുകളിൽ പോലും പ്രളയം സൃഷ്ടിക്കുന്ന ഇത്തരം പ്രകടനങ്ങളെ വിമർശിക്കാതിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധതയുടെ ലക്ഷണമാകുമെന്നതിനാലാണ് തീർച്ചയായിട്ടും ആര്യക്കണ്ണീരിനെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കാൻ ഈ പോങ്ങൻ നിർബന്ധിതനാവുന്നത്. മലവെള്ളത്തിൽ മുങ്ങിയ ജോയി മൂന്നാം പക്കം സ്വയം പൊങ്ങി വന്നു. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ തങ്ങളുടെ തൊഴിലിന്റെ ഭാഗമായി തനിക്കു പിന്നാലെ മുങ്ങിയവരുടെ പരതലിന് പിടികൊടുക്കാൻ ജോയി ഒട്ടും തന്നെ തയ്യാറായില്ല. തന്നെ വാർത്തയാക്കാൻ ആർത്തി പൂണ്ടു നിൽക്കുന്ന മാധ്യമ ധർമ്മക്കാരന്മാരുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്കും ജോയി പൊങ്ങിച്ചെന്നില്ല. സകലരുടെയും കണ്ണുവെട്ടിച്ച് കടലാഴത്തിലേക്ക് പോകാനുള്ള ശ്രമം എന്തുകൊണ്ടോ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ജോയി സ്വയം പൊങ്ങി വന്നു. ജോയി മലവെള്ളത്തിൽ മുങ്ങിയപ്പോൾ മേയർ കരഞ്ഞില്ല. പിന്നാലെ മുങ്ങിയ രക്ഷാപ്രവർത്തകർ വെറും കൈയോടുകൂടി പൊങ്ങി വന്നപ്പോഴും മേയറുടെ കണ്ണുകളിൽ നീര് പൊട്ടിയില്ല. ജോയി മലവെള്ളത്തിൽ മുങ്ങിക്കിടന്ന സമയത്തും മേയറുടെ കണ്ണുകൾ കലങ്ങിയില്ല. എന്നാൽ മൂന്നാം പക്കം സ്വയം പൊങ്ങിയ ജോയി തന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരവുമായി പെറ്റമ്മയെ കാണാൻ മോർച്ചറിയിൽ നിന്ന് പുറപ്പെടാൻ നേരം ജോയിക്ക് മുന്നിൽ നിന്ന് മേയറമ്മ കണ്ണുകളിൽ പ്രളയം തീർത്തു. ചുണ്ടുകൾ വിറപ്പിച്ചു, ഏങ്ങലുകൾ കഴിപ്പിച്ചു, മൂക്ക് പിഴിഞ്ഞ് തുടച്ചും കൊടുത്തു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ആരോഗ്യമന്ത്രി കടുത്തുരുത്തിയിലെ ഒരു വീട്ടുമുറ്റത്ത് ഇതുപോലെ കണ്ണുകളിൽ പ്രളയം നിർമ്മിച്ചു നിന്നത് ഈ പോങ്ങൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുടെ നട്ടലിന് ബലം പകരുന്ന ഒരു കള്ളുകുടിയൻ കശേരു ആശുപത്രിയിൽ ചെന്ന് കയറി കുത്തിക്കൊന്ന യുവ ഡോക്ടറുടെ വീടിന്റെ മുറ്റത്തായിരുന്നു ആരോഗ്യമന്ത്രിയുടെ അജൈവ കണ്ണുനീർ വീണത്. നമുക്കെന്തായാലും മേയറമ്മയുടെ ആ മുതലമാർക്ക് കണ്ണുനീരിലേക്ക് മടങ്ങിപ്പോകാം. എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴല്ല മേയർ കരയേണ്ടിയിരുന്നത്. ജീവിതം കഴിക്കാൻ വേണ്ടി ഒരു കുപ്പായത്തിന്റെ സംരക്ഷണം പോലും ഇല്ലാതെ മൂക്കൊപ്പം മലമാലിന്യത്തിൽ ഇറങ്ങുന്ന ജീവനുള്ള ജോയിയെ ഓർത്ത് ആര്യ കരയണമായിരുന്നു. കരഞ്ഞുകൊണ്ട് അത്തരം സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തണമായിരുന്നു. അങ്ങനെ കരയാൻ കഴിയുന്ന ഒരു മനസ്സ് ആര്യക്കുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കരയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനുള്ള ഒരു ബോധം ആര്യക്കുണ്ടായിരുന്നുവെങ്കിൽ, നിയമനങ്ങൾക്കുള്ള പാർട്ടി പട്ടിക ചോദിച്ചുകൊണ്ട് ആനാവൂർ നാഗപ്പൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് മേയറുടെ ലെറ്റർ പാഡിൽ നിന്ന് കത്തുപോകില്ലായിരുന്നുവെന്ന് തീർച്ചയായിട്ടും ഈ പോങ്ങൻ അറിയാം. ആനാവൂർ നാഗപ്പൻ അല്ല ഇന്ന് പാർട്ടി സെക്രട്ടറി എങ്കിലും മേയറുടെ ലെറ്റർ പാഡിൽ കത്ത് പോകുമ്പോൾ ആനാവൂർ നാഗപ്പൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഒരു പാർട്ടിക്കാരനെ പിൻവാതിലൂടെ ജോലിയിൽ കയറ്റുമ്പോൾ ആ സ്ഥാനത്തിന് അർഹതയുള്ള ഒരു മനുഷ്യന്റെ അവസരം തീർത്തും നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്ന ബോധ്യം തീർച്ചയായിട്ടും ആര്യയ്ക്ക് ഇല്ലാതെ പോവില്ല. എന്നാൽ യോഗ്യരെ അവഗണിച്ചുകൊണ്ട് സ്വാർത്ഥ നേട്ടത്തിനായി സ്വജനപക്ഷപാത ബുദ്ധിയോടുകൂടി അനർഹർക്ക് തൊഴിൽ നൽകുന്നത് മനുഷ്യവിരുദ്ധത മാത്രമല്ല, സാമൂഹ്യ ദ്രോഹവുമാണ്. മേയർ പദവിയിലിരുന്ന് സാമൂഹ്യ വിരുദ്ധ സ്വഭാവം പുറത്തെടുക്കുന്ന ഒരാളുടെ കണ്ണിൽ സഹജീവിക്കു വേണ്ടി പൊഴിക്കാൻ ഒട്ടും തന്നെ കണ്ണുനീരുണ്ടാവില്ല, അതുറപ്പാണ്. ഇപ്പോൾ ആ കണ്ണുകളിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത് സഹജീവി സ്നേഹിയുടെ കണ്ണുനീരല്ല, മുതലയുടെ കണ്ണുനീരാണ്. ഇനി സ്വന്തം അറിവോ സമ്മതമോ ഇല്ലാതെ പാർട്ടിക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു ജീവനക്കാരൻ തന്റെ ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്തതായിരുന്നുവെങ്കിൽ തന്നെ ആ നിമിഷം, അത് അറിയുന്ന നിമിഷം മേയർ പദവി രാജിവെക്കാനുള്ള അന്തസ്സ് തീർച്ചയായിട്ടും ആര്യ കാണിക്കുമായിരുന്നു. അതുമുണ്ടായിട്ടില്ല, ഇതുവരെ അതുമുണ്ടായിട്ടില്ല. ആ അന്വേഷണം പോലും മരവിച്ചു പോയി. ഇപ്പോഴത്തെ KSRTC പ്രശ്നം അവസാനിച്ചതുപോലെ, അതിന്റെ അന്വേഷണം നിലച്ചതുപോലെ. അപ്പോൾ താങ്കളിലെ ആത്മാഭിമാനം പോലും വാസ്തവത്തിൽ കമ്മിയാണെന്ന് കാണേണ്ടി വരുമെന്നുള്ളതാണ് സ്ഥിതി. അതായത് താങ്കൾ പേറുന്ന ആത്മാഭിമാനം പോലും കമ്മിയാണ്. അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള സഹജീവി സ്നേഹം സ്വഭാവത്തിലുള്ള ആളായിരുന്നു ആര്യയെങ്കിൽ എത്ര അമാന്യമായ പെരുമാറ്റം ഉണ്ടായാലും KSRTC ബസ് തടഞ്ഞു നിർത്തിക്കൊണ്ട് യാത്രക്കാരെ കഷ്ടത്തിലാക്കി ഡ്രൈവറുമായി ആര്യ വഴിപ്പോരും നടത്തില്ലായിരുന്നു, ഒരിക്കലും നടത്തില്ലായിരുന്നു. അയാളെ തൊഴിൽ രഹിതനാക്കാൻ ശ്രമിക്കുകയുമില്ലായിരുന്നു. മേയർ പദവി വഹിക്കുമ്പോൾ പ്രത്യേകിച്ചു മേയർ അല്ലാത്ത ഒരു ആര്യായിരുന്നുവെങ്കിൽ പോലും അവർക്ക് പൗരബുദ്ധിയും സാമൂഹ്യ ബോധവും ഉണ്ടായിരുന്നുവെങ്കിൽ മോശമായി തന്നോട് പെരുമാറി എന്ന തോന്നലിന്റെ പുറത്താണെങ്കിൽ പോലും ആ ഡ്രൈവർക്കെതിരെ നിയമപരമായ
നടപടികൾ സ്വീകരിക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക. അതാണ് പൗരബോധമുള്ള സാമൂഹ്യ ബുദ്ധിയുള്ള ഒരാളിൽ നിന്ന് സംഭവിക്കേണ്ടത്. അതല്ലാതെ ഭർത്താവിനെയും കൂട്ടി വണ്ടി തടഞ്ഞു നിർത്തി കയ്യൂക്ക് കാണിക്കുന്നത് ഒരു അലവലാതി അന്തം കമ്മിയുടെ സ്വഭാവം മാത്രമാണ്. പറയാനാണെങ്കിൽ ഇങ്ങനെ പലതുമുണ്ട്, പക്ഷേ അവസരം അതിനുള്ളതല്ലോ, അല്ലേ? എന്തായാലും കരച്ചിൽ അവസാനിപ്പിച്ച് കഴിഞ്ഞ് തന്റെ പ്രകടനത്തെ മേയർ സ്വയം ഒന്ന് വിലയിരുത്തുമെന്നത് ഉറപ്പാണ്. കാരണം കലോപാസകർ തീർച്ചയായും അവർ കാഴ്ചവെക്കുന്ന പ്രകടനത്തെപ്പറ്റി ആത്മവിശകലനം നടത്തും. അതൊരു പതിവാണ്. സ്വാഭാവികമായും അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ആദ്യം ഓർമ്മയിൽ വെക്കണം. നിങ്ങളൊക്കെ അധികാരവും ആഡംബര ജീവിതവും തരപ്പെടുത്തുന്നത് ജോയിമാരെ പോലുള്ള അടിസ്ഥാന വർഗത്തിന്റെ പേരിലാണ്. നമ്മുടെ മലവെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പൊങ്ങിയ ജോയിയുടെ പേരിൽ മാത്രമേ വാസ്തവത്തിൽ ജോയി ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളത് പറഞ്ഞാൽ പേരിൽ പോലും ജോയി ഇല്ലാത്ത ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. അടിസ്ഥാന വർഗത്തിൽ വകകൊള്ളിച്ചാണ് നിങ്ങൾ ശ്രേഷ്ഠ സഖാക്കൾ അവരെ ഈ സമൂഹത്തിൽ അടച്ചിരിക്കുന്നത്. എത്ര കാലം നമ്മുടെ മലം കോരിയാലും ചോരാത്ത ഒരു കൂര തീർക്കാൻ ആ ജോയിമാർക്ക് സാധിക്കില്ല. അവരുടെ സാമ്പത്തിക സാഹചര്യം മാത്രമല്ല, നമ്മുടെ സാമൂഹിക സാഹചര്യവും അവരെ അതിനനുവദിക്കുകയില്ല. അടിസ്ഥാന വർഗത്തെ എന്നും അടിസ്ഥാന വർഗമായി നിലനിർത്തുകയും ദരിദ്ര ജനതയുടെ ദാരിദ്ര്യത്തെ സംരക്ഷിച്ച് ദാരിദ്ര്യ നിർമ്മാണം നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് അടിസ്ഥാന വർഗ പ്രസ്ഥാനം പ്രാവർത്തികമാക്കുന്ന കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനം. ദാരിദ്ര്യമാണ് അടിസ്ഥാന വർഗ പാർട്ടിയുടെ അതിജീവനത്തിനുള്ള അസംസ്കൃത വസ്തു. ആ ദരിദ്ര ജനതയുടെ ആത്മാർത്ഥതയാണ് നിങ്ങളുടെ അന്നം, അല്ലെ? ഈ ഡിജിറ്റൽ യുഗത്തിലും മൂക്കറ്റം മനുഷ്യ വിസർജ്യത്തിലേക്ക് മുങ്ങാൻ ജോയിമാരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ്. സ്വന്തം ജീവിതത്തെയും സ്വന്തക്കാരുടെ ജീവിതത്തെയും കൊടും പട്ടിണിയിൽ മുങ്ങിപ്പോകാതെ മരണം വരെ കാക്കാനാണ് മനുഷ്യർ മലവെള്ളത്തിൽ മുങ്ങുന്നത്. അവരുടെ ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്താൻ അടിസ്ഥാന വർഗ പാർട്ടിയുടെ നേതാക്കളായ നിങ്ങളൊക്കെ സദാ യത്നിക്കുകയാണെന്നാണ് ഓരോ ജോയിമാരും വിശ്വസിക്കുന്നത്. ആ തിരിച്ചറിവ് നൽകുന്ന കുറ്റബോധമാവണം നിങ്ങളുടെയൊക്കെ കണ്ണുകളെ ഇനി നിറയ്ക്കേണ്ടത്. 8-10 കൊല്ലം മുന്നേ ശുചിത്വ കേരളം എന്ന പേരിൽ ഒരു മാലിന്യ സംസ്കരണ പദ്ധതിക്ക് പാവപ്പെട്ടവന്റെ പാർട്ടിയായിട്ടുള്ള CPM തുടക്കം കുറിച്ചത് പോകാൻ ഓർക്കുന്നുണ്ട്. ജഗതിയിലുള്ള കോർപ്പറേഷൻ മൈതാനത്ത് വെച്ചോ മറ്റോ ദ്വിമാറമരമെന്ന തിരുമനസിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ കാലിൽ മണ്ണും കയ്യിൽ ചെളിയും പുരളാതിരിക്കാൻ മുട്ടപ്പം ഉയരമുള്ള ബൂട്ടും കയ്യുറകളുമായിട്ടാണ് അടിസ്ഥാന വർഗ പാർട്ടിയുടെ ആ നേതാവ് മാലിന്യത്തെ നേരിടാൻ മൈതാനത്തിറങ്ങിയത്. പുല്ലും മണ്ണും ചാണകവും ഒക്കെ അല്ലാതെ മൈതാനത്ത് എന്തു മാലിന്യം? എന്തോ അതെന്തായാലും സ്വന്തം കാലിൽ മണ്ണു പറ്റാതെ നോക്കുന്ന സ്വാർത്ഥ ബുദ്ധനായിട്ടുള്ള നേതാവ് മൂക്കൊപ്പം മനുഷ്യ വിസർജ്യത്തിൽ മുങ്ങുന്ന തങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ കാണാൻ ശ്രമിക്കില്ല എന്ന് വിശ്വസിക്കാൻ ഉറപ്പായും പാർട്ടിക്കൂറരായിട്ടുള്ള അടിസ്ഥാന വർഗ ജനതയ്ക്ക് ഒട്ടും തന്നെ സാധിക്കില്ല. പാവപ്പെട്ടവന്റെ ഏക പ്രതീക്ഷയാണ് പാർട്ടി. ആ പ്രതീക്ഷ കൂടി ഇല്ലാതായാൽ അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും, അല്ലേ? അച്ചിയെയും മകളെയും ചെറുമകനെയും ഒക്കെ കൂട്ടി നാട്ടുകാരുടെ ചിലവിൽ നിർനാണം വിനോദയാത്രകൾ നടത്തി രസിക്കുന്ന ആളാണ് തൊഴിലാളികളുടെ മുതലാളിയും വിപ്ലവ പ്രേമികളുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ സ്വന്തം ദാസൻ രാജാവ്. കണ്ടവരുടെ കാശിന് ഇക്കണ്ട നാടൊക്കെ കുടുംബസമേതം കറങ്ങി നടക്കുമ്പോൾ ആ നാട്ടിലൊക്കെയുള്ള നഗരാസൂത്രണം ആ മനുഷ്യനൊന്ന് കണ്ടു മനസ്സിലാക്കേണ്ടതല്ലേ? അതിനുള്ള ബുദ്ധിയില്ലെങ്കിൽ വേണ്ട, സന്മനസ്സെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ? മനുഷ്യനല്ലേ? കറക്കത്തിന് കാശ് നൽകുന്ന ജനതയോട് അത്രയെങ്കിലും നന്ദി കാണിക്കേണ്ടതായിരുന്നില്ലേ ദാസൻ രാജാവ്, അല്ലേ? ഓർക്കണം, നമ്മുടെ ഈ തൊഴിലാളികളുടെ സ്വന്തം ദാസൻ മുതലാളി അല്ലെങ്കിൽ ദാസൻ രാജാവിന്റെ ഭരിപ്പിന് കീഴിൽ ആമയിഴഞ്ചാൻ തോട് ഒഴുകാൻ തുടങ്ങിയിട്ട് 7-8 കൊല്ലത്തിലധികമായി. അർപ്പിത ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ 1 മാസം തികച്ചു വേണ്ട ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യാൻ, അല്ലേ? 6 മാസം വേണ്ട ആക്കുളം കായലിലെ പായലും കയ്യേറ്റവും ഒഴിപ്പിക്കാൻ, ശരിയല്ലേ? എന്നാൽ ആമയിഴഞ്ചാനിലെ മാലിന്യവും നമ്മുടെ ആക്കുളം കായലിലെ പായലും അതുപോലെ തന്നെ കയ്യേറ്റവും ഒക്കെ കൂടുകയല്ലാതെ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ആര്യയുടെ പാർട്ടി അധികാരം കൈയാളുന്ന കാലം, ആര്യയുടെ ആദരവിനും ആരാധനയ്ക്കും പാത്രമാകുന്ന ദാസൻ രാജാവിന്റെ ഭരിപ്പിൻ കീഴിൽ നാട് കഴിയുന്ന സമയം, ഇത്രയും അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലാണ് ആര്യ നഗരമാതാവായി ചുമതലയേൽക്കുന്നത്. അതും പ്രായത്തിന്റെ 20കളിൽ. അതായത് സാമൂഹ്യബോധവും പൗരബുദ്ധിയും വിപ്ലവ ചിന്തയും ഒക്കെ ഏറ്റവും ശക്തമായി കാണപ്പെടുന്ന കാലമാണ് ഈ പ്രായം, അല്ലെ? എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്തു കളയണം, ഈ നാടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്തു കളയണം എന്ന് പറയുന്ന തോന്നിപ്പ് നമ്മുടെയൊക്കെ ഉള്ളിൽ കടന്നുകൂടുന്ന വിപ്ലവ ചിന്ത അങ്ങേറ്റം ശക്തമായി നിലകൊള്ളുന്ന ഒരു പ്രായമാണ് ചെറുപ്പം എന്ന് പറയുന്നത്, 20കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 20 തൊട്ട് 30 വരെയുള്ള കാലം എന്ന് പറയുന്നത്. ആ കാലത്താണ് ഒരു പെൺകുട്ടിക്ക് മേയറായി ജനസേവ നടത്താൻ ഒരു അവസരം ലഭിക്കുന്നത്. എന്നിട്ടും ഈ നാടിനായി ഒന്നും ചെയ്യാൻ ആര്യയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്,
നിങ്ങളുടെ കണ്ണുനീരിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേയർ സ്ഥാനം രാജിവെക്കണം ആര്യ. തീർച്ചയായിട്ടും മേയർ സ്ഥാനം രാജിവെക്കണം. ആ പദവി കൈകാര്യം ചെയ്യാനുള്ള പാകതയോ പ്രാപ്തിയോ പൗരബുദ്ധിയോ താങ്കൾക്കില്ല, ഒട്ടുമില്ല. അതൊന്നും താങ്കൾക്കില്ലെന്ന് തിരിച്ചറിയാനുള്ള വിവരമോ വകതിരിവോ താങ്കളുടെ പാർട്ടിക്കുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെയൊക്കെ ജനാധിപത്യത്തിന്റെ പരിസരത്ത് അടുപ്പിക്കരുതെന്ന് തിരിച്ചറിയാനുള്ള പൗരബുദ്ധിയോ സാമൂഹ്യ ബോധമോ ജനാധിപത്യ ചിന്തയോ ഒന്നും പ്രബുദ്ധരായിട്ടുള്ള നാട്ടുകാർക്കുമില്ല. അത് മനസ്സിലാക്കാനുള്ള സന്മനസ്സെങ്കിലും താങ്കൾ ദയവായി കാണിക്കണം ആര്യ. തീർച്ചയായും ഒഴിവാകണം, പദവി ഒഴിവാക്കണം. പറ്റുമോ? ഒറ്റ ചോദ്യം, പറ്റുമോ? അതുപോലെ പദവി രാജിവെച്ചാൽ മാത്രം പോരാ, പൊതുപ്രവർത്തനവും താങ്കൾ തീർച്ചയായും അവസാനിപ്പിക്കണം. കണ്ണുനീര് കൊണ്ട് സ്വന്തം പ്രാപ്തികേട് മറയ്ക്കാൻ നോക്കുകയല്ല ഇനി വേണ്ടത്. പദവി ഒഴിയൽ, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കൽ, ഇത് രണ്ടും ചെയ്യാൻ പറ്റുമോ ആര്യ? ഇത് രണ്ടും ചെയ്യാൻ പറ്റുമോ? ഗതികെട്ട് ചോദിച്ചു പോവുകയാണ്. ഒരു നഗരവാസി എന്ന നിലയിൽ അങ്ങയുടെ മാതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ് മടുത്തു. അതുകൊണ്ട് ഈ പോകാൻ പറയാണ്, ഒന്ന് രാജിവെക്ക്. കരയാൻ പോലും ഉള്ള നേരമല്ല ഇത്. അതുകൊണ്ട് കാര്യം പറയാം. അങ്ങയുടെ മാതൃത്വത്തിന് കീഴിൽ കഴിയുന്ന ഈ നഗരത്തിൽ ഒരു പോങ്ങനായി പുലരുന്ന വെറും എളിയവനായ ഒരു പൗരനാണ് ഈ ഉള്ളവൻ. ഗതികെട്ട് പറയുകയാണ്, ഗതികെട്ട് ചോദിക്കുകയാണ്, യാചിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ഒന്ന് രാജിവെക്കാമോ? അതുപോലെ ജോയി മലവെള്ളത്തിൽ മുങ്ങിയ സമയം മുതൽ കൃത്യമായ ഇടവേളകളിൽ യാതൊരു വകതിരിവുമില്ലാതെ വായ്ത്താളം ഇടുന്ന ആളാണ് ശ്രീമാൻ ശിവൻകുട്ടി അവർകൾ. മന്ത്രിയാണ്, നമ്മുടെ മന്ത്രിയാണ്, പ്രബുദ്ധ കേരളത്തിലെ ഒരു മന്ത്രിയാണ് ശിവൻകുട്ടി. ക്ഷമിക്കണം, ചിരിക്കാൻ പാടില്ല. പോങ്ങൻ സഗൗരവത്തിലേക്ക് മടങ്ങി വരുന്നു. കണ്ണുനീർ പൊഴിക്കുന്ന ആര്യയോട് മാത്രമല്ല, വിവരക്കേട് വർഷിക്കുന്ന ശിവൻകുട്ടിയോടും പോങ്ങന് ചിലത് പറയാനുണ്ടായിരുന്നു. പക്ഷെ സമയം അല്പം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയാനുള്ളത് നാളെയോ മറ്റോ പറഞ്ഞാൽ മതിയോ ശിവൻകുട്ടി സാറേ? താങ്കൾക്ക് തിടുക്കമൊന്നുമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം സഗൗരവം ഈ പോങ്ങൻ നാവടക്കുന്നു. ബാക്കി പിന്നെ പോരെ ശിവൻകുട്ടി സാറേ. എന്റെ ഭഗവതിയെ